നമസ്കാരം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്നുള്ള ചാപ്റ്റർ ആണ്. നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ്. നമുക്ക് ആദ്യം തിയറി ബേസ് നോക്കാം. ഓക്കെ, അപ്പം ഒരു കമ്പനി എന്താണ് ബോണസ് ഷെയർസ് നമുക്ക് ആദ്യം നോക്കാം. ബോണസ് നൽകുന്നത് എപ്പോഴായിരിക്കും? നമുക്ക് വളരെയധികം കേട്ട് പരിചയമുള്ള ടൈമാണ് ഈ ബോണസ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു കമ്പനി എന്താണ് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ആ പ്രോഫിറ്റിന്റെ വിഹിതത്തിൽ നിന്നും ഒരു സൂപ്പർ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ആ വിഹിതത്തിൽ നിന്നും എന്താണ് നൽകുന്ന ഒരു എമൗണ്ട് ആണ് ഈ ബോണസ് എന്ന് പറയുന്നത്. ക്യാഷിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലായിരിക്കാം അത് നൽകുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു നോക്കൂ, ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണ്, മൊത്തം നമ്മുടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതാണ് ഞാൻ വായിക്കുന്നത്. നോക്കുക, കമ്പനി മേ ഡിസ്ട്രിബ്യൂട്ട് എ പാർട്ട് ഓഫ് abnormal profit or surplus profit to its shareholders. The surplus profit distributed to shareholder is called bonus. അപ്പൊ കമ്പനി പ്രോഫിറ്റിൽ നിന്നും എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്? അവര് ഡിവിഡൻഡ് ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അതിന് പുറമെ കമ്പനി എന്ത് ചെയ്യുന്നു? അധികം സർപ്ലസ് പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു സൂപ്പർ പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു സൂപ്പർ പ്രോഫിറ്റിന്റെ ഒരു പോർഷനും എന്ത് ചെയ്യും? അവർ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോണസ് സാധാരണ രണ്ട് രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. ക്യാഷ് ബോണസ്, അതുപോലെ തന്നെ എന്താണ്, നോക്കൂ, ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ് എന്നുള്ള ഏരിയ നോക്കൂ. എന്താണ്? ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ്. ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ക്യാഷ് ബോണസ് എന്ന് പറയും. പിന്നെ എന്താണ്? ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് നൽകാം. ദെൻ ബൈ മേക്കിംഗ് പാർലി പെയ്ഡ് ഷെയർസ് ഇൻടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. പാർലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാം. ആ രീതിയിൽ. അപ്പം ഈ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ബോണസ് കമ്പനി നൽകുന്നത്. ഓക്കെ, അതായത് ക്യാഷ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാഷ് ബോണസ് എന്ന് പറയും ചുരുക്കി പറയുകയാണെങ്കിൽ. എന്തായിരിക്കും? കമ്പനി സൂപ്പർ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു പോർഷൻ എന്തായിട്ട് ക്യാഷ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് നൽകുക. അതിനാണ് ക്യാഷ് ബോണസ് എന്ന് പറയുന്നത്. പൊതുവെ കമ്പനീസ് ക്യാഷ് ബോണസ് നൽകാൻ അത്ര അങ്ങോട്ട് പ്രിഫർ ചെയ്യാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷ് ബോണസ് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ നന്നായിട്ട് എഫക്ട് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? എന്താണ്? കമ്പനിയുടെ ഡേ ടു ഡേ ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്ന വരുന്ന എമൗണ്ട് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ക്യാഷ് നമ്മൾ ക്യാഷ് എടുത്ത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ നന്നായിട്ട് ബാധിക്കും. വർക്കിംഗ് ക്യാപിറ്റലിനെ അത് നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് കമ്പനി ഈ ക്യാഷ് ബോണസ് അത്ര അങ്ങോട്ട് പ്രിഫർ ചെയ്യാറില്ല. ദെൻ ഒരു കമ്പനി ഇനി ക്യാഷ് ബോണസ് നൽകുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ സാഹചര്യങ്ങളായിരിക്കും? നോക്കൂ, ഒന്നാമത്തെ എന്താണ്? വെൻ എ കമ്പനി ഹാസ് സഫിഷ്യന്റ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ്. ആ കമ്പനിയുടെ കയ്യിൽ എന്താണ്? അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് ഉള്ള ആവശ്യത്തെക്കാൾ കൂടുതൽ എന്തുണ്ട്? സഫിഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് അവരുടെ കയ്യിലുണ്ട്, ക്യാഷ് ആയിട്ട് അവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്യും? ക്യാഷ് ബോണസ് നൽകും. ദെൻ വെൻ കമ്പനി ഡസ് നോട്ട് വാണ്ട് ടു റൈസ് ദ റൈറ്റ് ഓഫ് ഡിവിഡൻഡ്. കമ്പനിക്ക് എന്താണ്? ഡിവിഡൻഡ് റേറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഡിവിഡൻഡ് റേറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു സൂപ്പർ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ബോണസ് എന്ന രീതിയിൽ അവർ നൽകും. ഓക്കെ, കാരണം എന്താണ്? ഒരു വർഷം നമ്മൾ ഡിവിഡൻഡ് കൂട്ടി നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം നമുക്ക് അത് കുറയ്ക്കാറുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു ബാഡ് എഫക്റ്റ് ആണ്, അല്ലെ? ഒരു വർഷം നമ്മൾ ഒരു 15% ഡിവിഡൻഡ് കൊടുത്തു. അപ്പൊ ഈ വർഷം നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഒരു 20% ആക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അത് എന്താക്കാൻ പറ്റില്ല. വീണ്ടും 15ലേക്ക് റിട്ടേൺ വരുന്നത് കമ്പനിയെ സംബന്ധിച്ചോളം ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനി ഡിവിഡൻഡ് റൈറ്റ് കൂട്ടുന്നതിന് പകരം കമ്പനി എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് ബോണസ് എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബോണസ് ആയിട്ട് നൽകും. ഓക്കെ, പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ ആണ് വെൻ ബോണസ് ഇഷ്യൂഡ് ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ലിമിറ്റേഷൻസ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. പിന്നെ അതിന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറയുന്ന അത് പറയുന്നതിന് അതിലൊരു ലിമിറ്റ് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ക്യാപിറ്റല് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നൽകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ബോണസ് ഷെയർസ് നൽകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. എന്താണ്? കമ്പനിക്ക് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയറിന്റെ എണ്ണം അവിടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കമ്പനി അതിന്റെ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് മുകളിലേക്ക് കമ്പനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയ ഷെയർസ് ഒന്നും ഇഷ്യൂ നടത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലും കമ്പനി ക്യാഷ് ബോണസ് ആയിരിക്കും നൽകുക. ഓക്കെ, അപ്പൊ ക്യാഷ് ബോണസ് ഒരു മെത്തേഡാണ് എന്ത് ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ക്യാഷ് ബോണസ് ആണ് നൽകുന്നതെങ്കിൽ വരാൻ സാധ്യതയുള്ള ജനറൽ എൻട്രി എന്താണ്? നമ്മൾ ഏതിൽ നിന്നാണോ പണം എടുക്കുന്നത് അത് എന്ത് ചെയ്യണം? ടു ബോണസ് പേയബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആണ്, നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോണസ് നൽകുന്നത്. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് പേയബിൾ അക്കൗണ്ട്. അതായത് നമ്മൾ ബോണസ് ആയിട്ട് നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞ് എഴുതി വെക്കും. ദെൻ
ഇനി എന്ത് ചെയ്യുന്നു, ആ ബോണസ് പേബിൾ അക്കൗണ്ടിൽ നിന്നും, അതായത് നമ്മൾ ബോണസ് കൊടുക്കാൻ പോകുന്നു എന്ന് എഴുതി വെച്ചു, ഇനി അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പൊ എന്ത് ചെയ്യണം, ബോണസ് പേബിൾ അക്കൗണ്ട് ടു ബാങ്ക്, അതായത് ബോണസ് ഡ്യൂ ആക്കുക, അതിന്റെ പേയ്മെന്റ് കാണിക്കുക. ഇതാണ് നമുക്ക് ക്യാഷ് ബോണസ് ആയി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് തിയറി മനസ്സിലാക്കിയാൽ മതി, നമുക്ക് അത്രയധികം പ്രോബ്ലത്തിലൊന്നും ക്യാഷ് ബോണസിനെ കുറിച്ച് വരാറില്ല. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ് എന്ത്, ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. രണ്ടാമത്തെ മെത്തേഡാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് നോക്കാം. നോക്കൂ, എന്താണ് ബോണസ് ഷെയർസ്? ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ഔട്ട് ഓഫ് ഇറ്റ്സ് ലാർജ് റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പാസ്റ്റ് പ്രോഫിറ്റ്. അത് കമ്പനി അതിന്റെ കാലാകാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള റിസർവിൽ നിന്നും, ഫ്രീ റിസർവിൽ നിന്നും അല്ലെങ്കിൽ പാസ്റ്റ് പ്രോഫിറ്റിൽ നിന്നും എന്താണ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എക്സിസ്റ്റിംഗ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ നിന്നും പണമൊന്നും മേടിക്കാതെ അവർക്ക് പുതിയ ഷെയർ നൽകുന്നതിനെ വിളിക്കുന്ന പേരാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റിൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി എന്ത് ചെയ്യുന്നു, ഷെയർ നൽകുക. ഏതിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ കാലാകാലങ്ങളായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നോ റിസർവിൽ നിന്നോ അവരെന്ത് ചെയ്യുന്നു, ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് നൽകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഷെയർ നൽകുക, അതാണ് എന്ത്, ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ബോണസ് ഷെയർസ് ഈസ് ബോണസ് ഇൻ കൈൻഡ്, അതായത് ഒരു ബോണസ് നമ്മൾ എന്താണ്, ഒരു വസ്തു രൂപത്തിൽ നൽകുന്ന ഒന്നാണ് എന്ത്, ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓൺ പ്രോറാറ്റ ബേസിസ്, അതൊരു ഗിഫ്റ്റ് ആണ്, ഒരു പ്രോറാറ്റ ബേസിസിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്ത്, ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പ്രോറാറ്റ ബേസിസ് എന്ന് പറഞ്ഞെങ്കിൽ, കമ്പനി ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി ഒരു റേഷ്യോ ഒക്കെ വെക്കും. അതായത് എല്ലാവർക്കും എന്താണ് ഇന്ന രീതി കൊടുക്കാന്നുള്ള രീതിയിൽ കമ്പനി പറയും, ഒരു 1000 ഷെയർ കൈവശം അല്ലെങ്കിൽ 10 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് ഒരു ഷെയർ കൊടുക്കാം. അപ്പൊ എനിക്ക് ചിലപ്പോൾ എന്ത് കിട്ടും, എനിക്കൊരു 100 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് 10 ഷെയർ കിട്ടും, 10 ബോണസ് ഷെയർ കിട്ടും. അപ്പൊ എല്ലാവർക്കും 10 വീതം കൊടുക്കല്ല ചെയ്യുന്നത്, എന്താണ്, നമ്മൾ കൈവശം വെക്കുന്ന ഷെയറിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ബോണസ് ഷെയർ നൽകുക. ആ ഒരു രീതിയാണ് എന്ത്, പ്രോറാറ്റ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ thus bonus shares are free shares issued to existing shareholders out of accumulated profit or reserve. ചുരുക്കി പറയാൻ എന്താണ് ബോണസ് ഷെയർസ്? കമ്പനിയുടെ കയ്യിലുള്ള ലാർജ് പ്രോഫിറ്റിൽ നിന്നും അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നും എന്താണ്, ഫ്രീ ഓഫ് കോസ്റ്റ്, അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും ഒന്നും മേടിക്കാതെ അവർക്ക് ഫ്രീ ആയിട്ട് നൽകുന്ന ഷെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, when a company issue bonus shares out of profit or reserve, ഇറ്റ്സ് റിസർവ് ഓർ പ്രോഫിറ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ. അപ്പൊ ഒരു കമ്പനി എന്താണ്, ബോണസ് ഷെയർസ് പ്രോഫിറ്റിൽ നിന്നോ റിസർവിൽ നിന്നോ എന്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ റിസർവിനെ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യുകയാണ്, അതിനർത്ഥം അതാണ്. ഓക്കെ, കമ്പനിയുടെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ റിസർവിനെ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഏതിലൂടെ നടക്കുന്നത്, ഈ ബോണസ് ഷെയർസിന്റെ ഇഷ്യൂയിലൂടെ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ദാറ്റ് ഈസ് വൈ ബോണസ് ഇഷ്യൂ ഈസ് കോൾഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോണസ് ഇഷ്യൂ എന്ത് വിളിക്കാം, അതിനെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ? ഇനി നോക്കൂ, ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ക്യാപിറ്റൽ ബോണസ്. അതുകൊണ്ട് ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്, ക്യാപിറ്റൽ ബോണസ് എന്നുള്ളത്. ഓക്കെ, by issuing bonus shares, the company capitalize its accumulated profit or reserve without distributing its cash position, disturbing cash position. അതായത് കമ്പനിയുടെ ക്യാഷ് പൊസിഷന്, കമ്പനിയുടെ കയ്യിൽ ലാർജ് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് പിന്നീട് ക്യാഷ് റിക്വയർമെന്റ് ഉണ്ടാവുമ്പോൾ ഫണ്ട് അവൈലബിൾ ആവില്ല. അപ്പോൾ പക്ഷെ എന്ത് ചെയ്യണം, ലാർജ് പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സ് നൽകിയിട്ടില്ല എങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ക്ഷീണമാവും, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു കമ്പനിക്ക് ബാഡ് ഇമേജ് ആവും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും വേണം, എന്ന കമ്പനിയുടെ ക്യാഷ് പൊസിഷനെ അഫക്ട് ചെയ്യുകയും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യാതെ എന്താണ്, ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കി നിർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗമാണ് എന്ത്, ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നോക്കൂ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ബോണസ് ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഒരു 5 സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് പാരഗ്രാഫിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ വീണ്ടും എടുത്ത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്താണ്, when the company wish to capitalize its huge undistributed profit or reserve build, അതായത് കമ്പനിയുടെ കയ്യിലുള്ള എന്താണ് വലിയ അളവിലുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവും, അതായത് ഡിവിഡൻഡ് ആയിട്ട് നൽകാതെ കമ്പനിയുടെ കയ്യിൽ കിടക്കുന്ന വലിയ അളവിലുള്ള ഒരു പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ നിൽക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് തോന്നും ഇത്രയൊക്കെ എന്താണ് പ്രോഫിറ്റ് ഉണ്ടായിട്ട് നമുക്ക് എന്താണ് റിട്ടേൺ കൂടുതലായിട്ട് തരാത്തത് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യും,
ആ റിസർവുകളെ അത് ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കമ്പനി എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ബോണസ് ഷെയർ ഇഷ്യൂ നടത്തും. പിന്നെ എപ്പോഴാണ്? വെൻ കമ്പനി ഹാസ് നോട്ട് സഫിഷ്യന്റ് ക്യാഷ് റിസർവ്, കമ്പനിയുടെ കയ്യിൽ എന്താണ് ക്യാഷ് ബാലൻസ് അത്ര അധികം ഇല്ല, എന്നാൽ എന്തുണ്ട്? കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് റിസർവ് ഒരുപാടുണ്ട് താനും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യാതെ എന്താണ് നൽകാൻ പറ്റുന്ന ഒരു മാർഗമാണ് എന്ത്? ബോണസ് ഷെയറിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് അല്ലെ. മൂന്നാമത്തെ കേസ് എന്താണ്? വെൻ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓഫ് എ കമ്പനി എക്സീഡ്സ് ഇറ്റ്സ് ക്യാപിറ്റൽ, ഡിഫറൻസ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ആയിട്ടുള്ള അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? അസറ്റ് ക്യാപിറ്റലിനേക്കാൾ ഒരുപാട് കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് നമുക്ക് ടാലി ആക്കണം. ആ ടാലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്രയാണ് ഡിഫറൻസ് ഉള്ളത്, ആ ഡിഫറൻസ് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ റൈസ് ചെയ്യണം. ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന പറഞ്ഞാൽ പുതിയൊരു ബോണസ് ഷെയർ നൽകിക്കൊണ്ട് അത് ആ ഡിഫറൻസ് നമ്മൾ അവിടെ ടാലിയാക്കി മാറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താം. പിന്നെ അടുത്തൊരു മാർഗം എന്താണ്? അടുത്തൊരു ആവശ്യം സാഹചര്യം ഏതാണ്? ദ കമ്പനി മേ ക്യാപിറ്റലൈസ് ഇറ്റ്സ് റിസർവ് or profit by issuing bonus shares with a view to avoid problems such as demand by the workers for higher wages etc. അത് കമ്പനിയുടെ കയ്യിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വർക്കേഴ്സിന് അത് അവൈലബിൾ ആണ്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കമ്പനിയുടെ കയ്യിൽ അത്രയധികം റിസർവ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ വർക്കേഴ്സ് സ്ട്രൈക്ക് ഒക്കെ വെച്ച് എന്ത് ചെയ്യും? കൂടുതൽ വേജ് ഡിമാൻഡ് ചെയ്യും. അപ്പൊ അത്തരം ഒരു കൂടുതൽ വേജ് ഡിമാൻഡ് ചെയ്യുന്ന അത്തരം സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എന്തുണ്ട്? ബോണസ് ഷെയർ നൽകുന്നതിൽ ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് അടുത്ത് നോക്കി? When market value of shares far exceed the paid up value of shares, the company may issue bonus shares. അത് എന്താണ്? paid up value of ഷെയർസിനേക്കാളും ഒരുപാട് കൂടുതലാണ് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് വിചാരിക്കുക. അത്തരം സാഹചര്യങ്ങളിലും കമ്പനി എന്ത് ചെയ്യാറുണ്ട്? ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താറുണ്ട്. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താറുള്ളത് എന്നുള്ള രീതിയിൽ ഒരു പാർട്ട് ബിയിലൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. എന്താണ് ബോണസ് ഷെയർസ്, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നന്നായിട്ട് ആ ഭാഗങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഒരു ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത് കൊണ്ട് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒന്ന് നോക്കൂ, ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസിന്റെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകും അല്ലെ. പിന്നെ അടുത്ത എഫക്ട് എന്താണ്? നെറ്റ് വർത്ത് ഈസ് അൺഅഫക്റ്റഡ്. കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന കമ്പനിയുടെ നെറ്റ് വർത്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാപിറ്റലും ലയബിലിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ആ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അത് അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡ്യൂസ് ഡിവിഡൻഡ് പെർ ഷെയർ. അതായത് ഡിവിഡൻഡ് പെർ ഷെയർ എന്താണ്? ഒരു ഷെയറിന് കിട്ടുന്ന ഡിവിഡൻഡിന്റെ എമൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? നമ്മുടെ കമ്പനിക്ക് ഓരോ വർഷം കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക. 1000 ഷെയർ ഹോൾഡേഴ്സ് ആവുന്ന സമയത്ത് 10,000 ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും 10 രൂപ വെച്ച് കിട്ടും അല്ലെ. അപ്പൊ വീണ്ടും നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് എന്താണ്? ഷെയറിന്റെ എണ്ണം കൂടുകയാണ്. ഷെയറിന്റെ എണ്ണം കൂടുമ്പോൾ എന്താണ്? ഒരു ഷെയറിന് കിട്ടുന്ന ഡിവിഡൻഡ് എമൗണ്ട് കുറയല്ലേ ചെയ്യുക. അപ്പൊ അതിന് ഇടയാക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. പിന്നെന്താണ്? നോ എഫക്ട് ഓൺ ദി അസറ്റിന്റെ മുകളിൽ പ്രത്യേകിച്ച് എഫക്ട് ഒന്നും ഈ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ എഫക്ട് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താണ്? ഷെയർസിന്റെ എണ്ണം കൂടും. പിന്നെന്താണ്? കമ്പനിയുടെ നെറ്റ്വർത്തിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. പിന്നെന്താണ്? കമ്പനിയുടെ അല്ലെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ എന്താണ്? കുറയാൻ ഇടയാക്കും. പിന്നെന്താണ്? കമ്പനിയുടെ അസറ്റിനെയും ഇത് ആ രീതിയിൽ അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ബോണസ് ഷെയർസിന്റെ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആ ഗുണങ്ങൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഗുണങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കമ്പനിക്കുള്ള ഗുണങ്ങൾ, അതുപോലെ ആ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് ടു ഷെയർ ഹോൾഡേഴ്സിന് എന്തെല്ലാം ഗുണമാണ് ഒരു ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് മൂലം ഉണ്ടാകുന്നത്? ഷെയർ ഹോൾഡേഴ്സിനാണല്ലോ പ്രധാനമായിട്ട് ഗുണം അല്ലെ. എന്താണ്? അവർക്ക് അഡീഷണൽ ഷെയർസ് കിട്ടും. അവർക്ക് ഒന്നും പേയ്മെന്റ് നടത്താതെ നോക്കൂ, ഷെയർ ഹോൾഡേഴ്സ് റിസീവ് അഡീഷണൽ ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും നൽകാതെ ഒരു ഷെയർ എക്സ്ട്രാ കിട്ടുകയാണ് അവിടെ. ആ ഒരു ഗുണമാണ് അല്ലെ. പിന്നെ അടുത്ത എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു പേ ഇൻകം ടാക്സ് ഓൺ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിന്റെ മുകളിൽ ഇൻകം ടാക്സ് ഒന്നും നൽകേണ്ട ആവശ്യം ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഗുണം. പിന്നെ when the market price of shares increases, the shareholder can earn profit by selling it. അതുപോലെ തന്നെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സിന് ആ ബോണസ് ഷെയർ വിറ്റുകൊണ്ട്, കാരണം അവർ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഷെയർ അവരുടെ കയ്യിൽ അവിടെ കിടക്കുകയാണ്. ഓക്കെ, അത് ഫ്രീ ഓഫ് കോസ്റ്റിന് കിട്ടിയ ഷെയർ ആണ്. അത് അവർക്ക് വിറ്റുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഏൺ ചെയ്യുകയും ചെയ്യാം അല്ലെ. അങ്ങനെ ഒരു മാർഗമുണ്ട്. പിന്നെ എന്താണ്? The shareholders will get increased dividend in future. This is because the number of share held by the shareholder increase. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഡിവിഡൻഡ് പെർ ഷെയർ കുറയും.
പക്ഷെ എന്താണ് ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ഡിവിഡന്റ് എമൗണ്ട് കൂടാൻ ഭാവിയിൽ ഇടയാക്കും എന്നുള്ളതാണ്. കാരണം എന്താണ് ആ ഒരു ഷെയർ ഹോൾഡർ കൈവശം വെക്കുന്ന ഷെയറിന്റെ എണ്ണം കൂടും. ഷെയറിന്റെ എണ്ണത്തിനനുസരിച്ചല്ലേ ഡിവിഡന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിവിഡന്റ് ഭാവിയിൽ കൂടാൻ ഇത് ഇടയാക്കും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. ആർക്കുള്ള അഡ്വാൻറ്റേജ് ആണ്? ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജ്. ഇനി കമ്പനിക്ക് ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്, എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണുള്ളത് നോക്കൂ. അഡ്വാൻറ്റേജസ് ടു ദി കമ്പനി നോക്കി എന്താ പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദി കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റൽ. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇത് അഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതായത് എന്തുകൊണ്ട് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ അഫക്ട് ചെയ്യുന്നില്ല? വർക്കിംഗ് ക്യാപിറ്റൽ അഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കമ്പനി എന്ത് ചെയ്യുന്നു? ഈ അസറ്റ് ഈ റിസർവിനെ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല? ക്യാഷിന്റെ മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ടോ? ക്യാഷ് മൂവ്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് മൂവ്മെന്റ് ഇല്ല, പക്ഷെ കമ്പനിയുടെ കയ്യിലെ റിസർവിനെ അവർ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലൈസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, അതായത് നമ്മൾ ഫണ്ടിനെ വകയിരുത്തുകയാണ്. ക്ലിയർ? അപ്പോൾ മറ്റൊരു ഹെഡിലേക്ക് മാറ്റി എന്ന് മാത്രം. കമ്പനിയുടെ കയ്യിലെ റിസർവിനെ മറ്റൊരു ഹെഡിലേക്ക് മാറ്റി, അതായത് ഷെയർ എന്നുള്ള ഹെഡിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ ഇത് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇത് എന്ത് ചെയ്യുന്നില്ല? അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കമ്പനിക്കുള്ള ഒരു ഗുണം. അപ്പോൾ കമ്പനിക്ക് എന്താണ്? കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ യാതൊരു തടസ്സം കൂടാതെ ചെയ്യാൻ പറ്റും. അടുത്ത ബെനിഫിറ്റ് എന്താണ്? ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ബോണസ് ഷെയർ ഈസ് നെഗ്ലിജിബിൾ. ഒരു ബോണസ് ഷെയർ ഇഷ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചെലവ് വളരെ കുറവാണ്. ഒരു പുതിയൊരു ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് നമുക്ക് ചെലവ് അറിയാം. കാരണം എന്താണ്? നമ്മൾ മാർക്കറ്റിലേക്കാണ് ഇഷ്യൂ നടത്തുന്നത്. അപ്പൊ അതിൻ്റെതായിട്ട് ചെലവുണ്ട്. പക്ഷേ ഇത് നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിന് നൽകുന്ന ഒരു ഷെയർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നെഗ്ലിജിബിൾ ആയിട്ടുള്ള, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ചെലവേ ഇതിന് വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഇൻക്രീസ് ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സും ഗുഡ് വില്ലൊക്കെ ഇത് ഇൻക്രീസ് ചെയ്യിക്കുന്നുള്ളതാണ്. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്? അതും വളരെ നമുക്കറിയാം. എന്താണ്? കമ്പനിയുടെ ഗുഡ് വില്ലൊക്കെ കൂടും. എങ്ങനെയാ? കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരു തോന്നലുണ്ടാവും. എന്താണ്? ഈ ബോണസ് ഒക്കെ നൽകണമെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെയധികം സ്ട്രോങ് ആണ്. അല്ലാത്ത ഒരു കമ്പനിക്ക് ബോണസ് നൽകാൻ പറ്റുമോ? നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനിക്ക് ഇങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ബോണസ് ഷെയർ ഒക്കെ ഇഷ്യൂ നടത്തുന്ന ഒരു കമ്പനിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് നല്ലൊരു ഇമേജ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാവുക. കാരണം എന്താണ്? അവർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അടുത്ത എന്താണ്? നോ ടാക്സ് ഇസ് പേയബിൾ ഓൺ ഇഷ്യൂ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിന്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ടാക്സ് ഒന്നും നൽകേണ്ടതില്ല. ഇത്രയാണ് കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ടു ദി കമ്പനി എന്ന രീതിയിൽ ചോദിക്കാം. ഒന്ന് നോക്കി വെക്കുക. then അടുത്ത എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുന്നത്? അതും നമ്മൾ പഠിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ പേരിലും കമ്പനിക്കുമുള്ള ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നോക്കൂ, എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്? എന്താണ് ഇത്? എന്താണ്? വെൻ എ കമ്പനി ഇഷ്യൂ ബോണസ് ഷെയർസ് ഇറ്റ് ഈസ് ടോട്ടൽ പ്രോഫിറ്റ് വിൽ ഹാവ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ലാർജ് നമ്പർ ഓഫ് ഷെയർസ്, ഹെൻസ് ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ദ ഷെയർ ഹോൾഡർ ഡോ നോട്ട് ഗെയിൻ ആക്ച്വലി. അതായത് ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് ഇവിടെ കുറയും എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിന് ശരിക്കും ഇത് ആക്ച്വൽ ഗെയിൻ ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. അടുത്തെന്താണ്? ഇഫ് ദ റൈറ്റ് ഓഫ് ഡിവിഡൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ വിൽ ഫാൾ. അപ്പൊ എന്താണ്? ഡിവിഡൻഡ് റേറ്റ്, ഷെയറിന്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ആ ഡിവിഡൻഡ് റേറ്റ് അതുപോലെ നിലനിർത്താൻ പലപ്പോഴും സാധിക്കില്ല. അപ്പൊ അത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയറിന്റെ എണ്ണം കൂടും. അപ്പൊ ഷെയറിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ ഡിവിഡൻഡ് റേറ്റ് അതുപോലെ നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കാതെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഡിവിഡൻഡ് റേറ്റ് എന്താണ് ഒരേപോലെ നിലനിർത്താതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ കമ്പനിക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടാവും. മാർക്കറ്റ് വാല്യൂ എന്താവാൻ കുറയാൻ ഇടയാക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? വെൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് fall, the share held by shareholder cannot be disposed of so easily. അത് നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പത്തെ പോയിന്റിൽ പറഞ്ഞു അല്ലെ, മാർക്കറ്റ് വാല്യൂ കുറയാൻ ഇടയാക്കും. മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡേഴ്സിന് അത് അത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്പോസ് ചെയ്യാൻ, അത് അവർക്ക് സെയിൽ ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ ആരായാലും എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, മുങ്ങാൻ പോകുന്ന കപ്പലിൽ എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയോ ഇല്ല. അപ്പൊ ആരായാലും അത് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. ഇഷ്യൂ ബോണസ് ഷെയർസ് എൻകറേജ് സ്പെക്കുലേഷൻ, ദിസ് ലീഡ് ഫ്ലക്ച്വേഷൻ ഇൻ ദി മാർക്കറ്റ് വാല്യൂ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കാൻ ഇത് ഇടയാക്കുന്നതാണ്. കാരണം എന്താണ്? ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു ഇമേജ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ആ കമ്പനിക്ക് നല്ല അളവിൽ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ ഇമേജ് എന്തിനിടയാക്കും? അത് ഷെയർ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസിന് ഇടയാക്കും എന്നുള്ളതാണ്. വില പെട്ടെന്നൊരു ഹൈക്ക് ഉണ്ടാവാനും പെട്ടെന്നൊരു ഇടിവ് ഉണ്ടാവാനൊക്കെ അത് ഇടയാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കമ്പനിക്ക് ഉണ്ടാകുന്നത് എന്താണ്? മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? മാർക്കറ്റ് വാല്യൂ, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കുറയാൻ ഇത് ഇടയാക്കുന്നതാണ്. കാരണം ഷെയറിന്റെ എണ്ണം കൂടുമ്പോൾ കമ്പനിക്ക് സെയിം റേറ്റ് ഓഫ് ഡിവിഡൻഡ് നൽകാൻ എപ്പോഴും സാധിക്കണമെന്നില്ല. അപ്പൊ കമ്പനി ഡിവിഡൻഡ് റേറ്റ് കുറയ്ക്കാൻ ഇടയാകും. ഡിവിഡൻഡ് റേറ്റ് കുറയ്ക്കുന്നത് മാർക്കറ്റിൽ കമ്പനിക്ക് ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് എന്താണ്? ഇറ്റ് എൻകറേജ് അൺഡിസൈറബിൾ സ്പെക്കുലേഷൻ. അത് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? ഇത് ഊഹം സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹമാണെന്ന് അറിയാലോ. ഊഹക്കച്ചവടത്വം നമുക്കറിയാം. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്പെക്കുലേഷൻ ആണ്. അപ്പം അത് അൺഡിസൈറബിൾ എന്നാണ്, കമ്പനിക്ക് ഫേവറബിൾ ആവാത്ത രീതിയിലുള്ള സ്പെക്കുലേഷൻസിനൊക്കെ ചിലപ്പോൾ ഇത് ഇടയാക്കും എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അടുത്ത് നോക്കൂ, ഇറ്റ് റെഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഏൺഡ് ഇൻ പാസ്റ്റ് ഇയേഴ്സ്. നമുക്കറിയാം എന്താണ്, നമ്മുടെ കമ്പനി ഒരുപാട് വർഷമായിട്ട് ഏൺ ചെയ്തു വെച്ചിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഫ്രീ ഓഫ് കോസ്റ്റിൽ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ കമ്പനിയുടെ കയ്യിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, കമ്പനി എന്താണ് സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള റിസർവ് കുറയ്ക്കാൻ ഇത് ഇടയാക്കും. കമ്പനിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആയിട്ട് ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് എന്താണ്? സം എക്സ്പെൻസ് ലൈക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിന്റിംഗ് കൺസ്ട്രക്ഷൻ എക്സെട്ര വിൽ ഹാവ് ടു ബി ഇൻക്വേർഡ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്, ചീഫ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്തുള്ളൂ ബോണസ് ഷെയറിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റാമ്പ് ഡ്യൂട്ടി അതുപോലെ തന്നെ പ്രിന്റിംഗ് സ്റ്റേഷനറി അത്തരം ചില എക്സ്പെൻസ് ഒക്കെ ബോണസ് ഷെയറിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ഉണ്ടാകുന്നുണ്ട്. ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ടു ദി കമ്പനി. ഓക്കെ, അപ്പോൾ ഇത് നോക്കി വെക്കണം കേട്ടോ. നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പാർട്ട് ബി ഭാഗങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പാർട്ട് എയിലൊക്കെ എന്താണ് വാട്ട് ഈസ് ബോണസ് ഷെയർസ് എന്ന രീതിയിൽ ചോദിക്കാം. പാർട്ട് ബി സൈഡിൽ നമുക്ക് ഈ ഒരു ബോണസ് ഷെയറിന്റെ ഇഷ്യൂവും ബോണസിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ബോണസ് ഷെയർസ്. കമ്പനീസ് ആക്ടിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുവാൻ വേണ്ടിയിട്ട് ഉള്ള എന്തെല്ലാം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം ഒരു ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത്, അതാണ് നോക്കുന്നത്. നോക്കൂ, അക്കോർഡിംഗ് ടു സെക്ഷൻ 63 സബ്സെക്ഷൻ 2 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർസ് ഓൺലി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. താഴെ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ താഴെ പറയുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ് നോക്കൂ. ഒന്ന്, ഇഷ്യൂ ബോണസ് ഷെയർസ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾ. കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറയും. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർക്ക് നൽകേണ്ട ഒരു ഡോക്യുമെന്റ് ആണത്. അപ്പോൾ കമ്പനിയുടെ ആ ഡോക്യുമെന്റിൽ എന്താണ്, കമ്പനിയുടെ കയ്യിൽ ലാർജ് റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താം എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കണം. അങ്ങനെ പറയാത്ത ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബോണസ് ഷെയർസിന് ഇഷ്യൂ നടത്താൻ സാധിക്കില്ല. അപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസിൽ എന്തുണ്ടായിരിക്കണം? ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? The proposal of the board of directors regarding issue of bonus shares should be approved by the members in general meeting. അതായത് എന്താണ്, കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനിച്ച വിവരം കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ പറയും. ആ ജനറൽ മീറ്റിംഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ആ ജനറൽ മീറ്റിംഗിൽ ഭൂരിപക്ഷം ആൾക്കാർ എന്ത് ചെയ്യണം? അതിനെ അനുകൂലിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്താണ്? The company should have sufficient profit and reserve to permit the issue of bonus shares. ബോണസ് ഷെയറിന്റെ ഇഷ്യൂ നടത്തുവാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിൽ എന്തുണ്ടാവണം? കമ്പനി കടമെടുത്തിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റില്ല. കമ്പനിയുടെ കയ്യിൽ ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ ആവശ്യമായിട്ടുള്ള റിസർവ് പ്രോഫിറ്റ് കമ്പനിയുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, നാലാമത്തെ കണ്ടീഷൻ എന്താണ്? The bonus issued should be satisfy guidelines issued by SEBI. നമുക്കറിയാം എന്താണ്, ഷെയറുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്? സെബിയാണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ ഫുൾ ഫോം. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഏജൻസിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യുന്നത്? ബോണസ് ഷെയർ ഇഷ്യൂ നടത്തേണ്ടത്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? Partly paid up shares, if any, outstanding on the date of allotment should be made fully paid up. നമ്മളൊരു ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പാർട്ലി പേഡ് അപ്പ് ഷെയർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബോണസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന പണം ഉപയോഗിച്ചിട്ട് ആ പാർട്ലി പേഡ് അപ്പിനെ ഫുള്ളി പേഡ് അപ്പ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ട എന്താണ്? പാർട്ലി പേഡ് അപ്പിനെ ഫുള്ളി പേഡ് അപ്പ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നത്. ബോണസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു റിസർവിലെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ലി പേഡ് അപ്പിനെ ഫുള്ളി പേഡ് അപ്പ് ആക്കി മാറ്റുക. അതായത് നമ്മൾ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 100 രൂപയാണ്.
അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് 80 രൂപയാണെങ്കിൽ അതിനെയാണ് പാർട്ലി പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോണസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന പണം കൊണ്ട് എന്ത് ചെയ്യണം, ഇനി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ലഭിക്കാനുള്ള 20 രൂപ വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ഉപയോഗിക്കുന്ന ബോണസ് പണം അതിലേക്ക് മാറ്റി വെച്ചോളാം എന്ന് പറയാം. അതാണ് എന്ത് 5ാമത്തെ പോയിന്റ് പറയുന്നത്. അതായത് എന്തെങ്കിലും എന്താണ് എമൗണ്ട് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് ഈ എമൗണ്ടിനെ മാറ്റുക എന്നാ പറയാം. അപ്പോൾ പാർട്ലി പെയ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുക എന്ത് ബോണസ് ക്യാഷ് എന്ന് പറയാം, ബോണസ് റിസർവുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഒരു കമ്പനിക്ക് സെക്ഷൻ 63 സബ്സെക്ഷൻ 2 പ്രകാരം ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, കണ്ടീഷൻസ് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറയണം, കമ്പനിയുടെ എന്താണ് ജനറൽ മീറ്റിംഗിൽ അതിന് അപ്രൂവൽ ലഭിക്കണം, പിന്നെ കമ്പനിയുടെ കയ്യിൽ ആവശ്യത്തിന് റിസർവും പ്രോഫിറ്റും ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ വേണം, സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കണം. പിന്നെ പാർട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ ആദ്യം അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആ ബോണസ് നമ്മൾ ഉപയോഗിക്കണം. എന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ടുള്ള ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താൻ പറ്റുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വരിക. ഓക്കെ, ശരി.